ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ടോപ്പിക്കിലേക്ക് പോകുന്നത് പറയട്ടെ, വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഇൻഫോർമേഷന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മളിന്ന് മെയിനായിട്ടും പറയാനായിട്ട് പോകുന്നത് FIUGP റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് സെമ്മിൻ്റെ രജിസ്ട്രേഷൻ മുതൽ തന്നെയുള്ള ഒരു ആരോപണമായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫീസിൻ്റെ വർധനവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സാം ഫീസ് കൂടുതലാണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആ ഒരു സമരം വിജയിക്കുകയും യൂണിവേഴ്സിറ്റി എക്സാം ഫീസും കാര്യങ്ങളൊക്കെ തന്നെ കുറയ്ക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കുറച്ച് ഫീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഫീസുമായി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഫീസിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം തിയറി വിത്തൗട്ട് പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ഫീസ് 150 രൂപയിൽ നിന്നും 80 കുറച്ചു. തിയറി വിത്ത് പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ഫീസ് 250 രൂപയിൽ നിന്നും 125 കുറച്ചു. മാർക്ക് ലിസ്റ്റ് ഫീസ് 65 രൂപയായി കുറച്ചു. FIUGP സയൻസ് വിഷയങ്ങളുടെ പരീക്ഷാ ഫീസ് 1580 നിന്നും 980 കുറച്ചു. FIUGP ആർട്സ് വിഷയങ്ങളുടെ ഫീസ് 1475 നിന്നും 875 കുറച്ചു. പ്രാക്ടിക്കത്തിൻ്റെ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി. MBA പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കുറ്റാരോപിതനായ അധ്യാപകനെതിരെ നടപടിയെടുക്കാനും ഉത്തരപേപ്പർ നഷ്ടപ്പെട്ട 21 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുമെന്നും ഇതിന്റെ റിസൾട്ട് 7 ദിവസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യുമെന്നും ഉറപ്പു നൽകുകയും യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിൽ സ്ട്രൈക്കിൻ്റെയും SFI കേരള യൂണിവേഴ്സിറ്റി സബ് കമ്മിറ്റിയുടെ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ ഞാനിപ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സമരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി ഫീസും കാര്യങ്ങളൊക്കെ തന്നെ കുറവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിലായിരിക്കും ഇനിയുള്ള എക്സാം രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇതുപോലുള്ള ഒഫീഷ്യൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.